ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ജോമെട്രിക് മീൻ, അതായത് ജോമെട്രിക് മീനിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് എക്സാമിന് തിയറി ക്വസ്റ്റ്യനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അരിത്തമാറ്റിക് മീനിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ജോമെട്രിക് മീനിൻ്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ തിയറി ക്വസ്റ്റ്യനുള്ള ആൻസറായിട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തെ ഐറ്റം, നമുക്കിത് ഓരോന്നും മനസ്സിലാക്കി പഠിക്കാം, എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കി പഠിക്കുക. ജസ്റ്റ് നിങ്ങളത് മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് മറന്നു പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത്തെ പോയിന്റ്, വെൻ ഈച്ച് ഐറ്റം ഓഫ് ദി ഗിവൺ ഡാറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ ദി വാല്യൂ ഓഫ് ദി ജോമെട്രിക് മീൻ ദ പ്രൊഡക്റ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. അതായത് വെൻ ഈച്ച് ഐറ്റം ഓഫ് ദി ഗിവൺ ഡാറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ, നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡാറ്റ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ജോമെട്രിക് മീൻ ഓഫ് 3, 9 ആൻഡ് 27. ഈ ഒരു ഡാറ്റയിൽ നിന്നാണ്, ഡാറ്റ സീരീസിൽ നിന്നാണ് നമ്മൾ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ 3 × 9 × 27 റേസ് ടു 1/3. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോമെട്രിക് മീൻ 9 എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ജോമെട്രിക് മീൻ എന്താണ് പഠിച്ചെടുത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് റൂട്ട് ഫോർമുല ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ കേട്ടോ. അതായത് തന്നിരിക്കുന്ന വാല്യൂവിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പോൾ എത്ര ഐറ്റമാണോ അതിലുള്ളത് അതിൻ്റെ എൻ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ, ഡയറക്റ്റ് റൂട്ട് ഫോർമുല എന്നറിയപ്പെടുന്നത്. നമ്മൾ കൂടുതലും പ്രോബ്ലം ചെയ്യാനെല്ലാം പഠിച്ചിരിക്കുന്നത് ഈ ഒരു കോമ്പാക്റ്റ് ഫോർമുല അല്ലെങ്കിൽ ലോഗ് ഫോർമുലയാണല്ലേ. ലോഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഡയറക്റ്റ് റൂട്ട് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 3 × 9 × 27 നമ്മൾ 3നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട്, അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 9. അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുന്നതിന് പകരം ഇപ്പോൾ ക്യൂബ് റൂട്ട് എടുക്കാതെ ചെയ്താണ് 3 × 9 × 27 √3 അല്ലേ, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട്. ഈ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ഇത് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് റേസ് ടു 1/3 അങ്ങനെ ചെയ്താലും നമുക്ക് ഈ 9ലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതായാലും രണ്ട് രീതി ചെയ്ത് കഴിഞ്ഞാലും ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ജോമെട്രിക് മീൻ എത്ര കിട്ടി? 9 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വെൻ ഈച്ച് ഐറ്റം ഓഫ് ദി ഗിവൺ ഡാറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ ദി വാല്യൂ ഓഫ് ദി ജോമെട്രിക് മീൻ. ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന 3നെയും 9നെയും 27നെയും ആ വാല്യൂസ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഓരോന്നിനും 9 എന്ന്, അത് ജോമെട്രിക് മീൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നോക്കി ഇവിടെ 9 × 9 × 9 അല്ലേ, നമുക്ക് 3 × 9 × 27 പകരം നമ്മൾ ജോമെട്രിക് മീൻ കണ്ടുപിടിച്ചിട്ട് ആ 9ൻ്റെ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ 9 × 9 × 9 പിന്നെ അതിൻ്റെ റേസ് ടു 1/3 അല്ലേ, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തിനു കിട്ടും? 9 തന്നെ കിട്ടും. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ദ പ്രൊഡക്റ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ്, അതായത് ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും 3 × 9 × 27 ഇതിന് പകരം എല്ലാത്തിനും 9 × 9 × 9 അല്ലേ, ജോമെട്രിക് മീൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ആ ഒരു റിസൾട്ടും രണ്ടും സെയിം ആണ്. പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ് നമുക്കറിയാം അല്ലേ. ഈ 4നെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇവിടെ ഈ പ്രൊഡക്റ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും വാല്യൂ ഒന്ന് തന്നെയായിരിക്കും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതും അതിന് പകരം ഈ വാല്യൂസിനെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ജോമെട്രിക് മീനായിട്ടുള്ള 9കൾ തമ്മിൽ 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടും ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ എക്സാമ്പിളൊന്നും എഴുതണമെന്നില്ല. വെൻ ഈച്ച് ഐറ്റം ഓഫ് ദി ഗിവൺ ഡാറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വാല്യൂ ഓഫ് ദി ജോമെട്രിക് മീൻ ദ പ്രൊഡക്റ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ്. അത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി അല്പം കൂടുതൽ വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്, ജോമെട്രിക് മീൻ ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. ജോമെട്രിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി സാധിക്കും. ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് വൺസ് ജോമെട്രിക് മീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പൈൻഡ് ജോമെട്രിക് മീൻ പോലുള്ള കൂടുതൽ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന്, ഈ 2 or more ജോമെട്രിക് മീൻ ഓഫ് ഡിഫറൻറ്റ് സീരീസ് ആർ ഗിവൺ. ഇപ്പോൾ രണ്ട് സീരീസിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ജോമെട്രിക് മീൻ നമുക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് വിചാരിക്കുക, നമ്മളത് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ രണ്ട് സീരീസിനോട് ഒരുമിച്ചുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാനില്ല, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതായത് ആൻറ്റി ലോഗ് ഓഫ് n1 log g1 പ്ലസ് n2 log g2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 എന്നുള്ളതാണ് ഈ കമ്പൈൻഡ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ജോമെട്രിക് മീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ n1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സീരീസിലെ എത്ര ഐറ്റം ഉണ്ട്, നമ്പർ n1. ലോഗ് g1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സീരീസിൻ്റെ ജോമെട്രിക് മീൻ്റെ ലോഗ്, ജോമെട്രിക് മീൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലോഗ് വാല്യൂ എടുക്കും. പ്ലസ് n2 രണ്ടാമത്തെ സീരീസിലെ എത്ര വാല്യൂസ് ഉണ്ട്, ആ സീരീസിൽ എത്ര വാല്യൂസ് ഉണ്ട്, ഇപ്പോൾ 3 വാല്യൂസ് ആണെങ്കിൽ 3 അല്ലേ, ഇൻറ്റു ലോഗ് g2. ലോഗ് g2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ സീരീസിൻ്റെ ജോമെട്രിക് മീൻ അതിൻ്റെ ലോഗ് വാല്യൂ അല്ലേ, അതാണ് ലോഗ് g2 എന്ന് പറയുന്നത്.
ഓൾ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. അങ്ങനെ അതിൻ്റെ ആൻറ്റിലോഗ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പൈൻഡ് ജോമെട്രിക് മീൻ കിട്ടും. അതായത് ജോമെട്രിക് മീൻ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി സാധിക്കും. ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് അത് സഹായിക്കുന്നു എന്നുള്ളതാണ് ജോമെട്രിക് മീൻ്റെ അടുത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലേ. ദ ജോമെട്രിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നോക്കാം, ഇത് ജോമെട്രിക് മീൻ ഈസ് റിലേറ്റീവ് വാല്യൂ ആൻഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഓൾ ഐറ്റംസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ജോമെട്രിക് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് വാല്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ സീരീസിലെ എല്ലാ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ജോമെട്രിക് മീൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു 3 ഐറ്റം ഉണ്ടെങ്കിൽ 3 × 9 × 27 അല്ലേ, 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതെങ്കിലും 2 ഐറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീരീസിൻ്റെ ജോമെട്രിക് മീൻ അല്ല കിട്ടുക അല്ലേ, തെറ്റിപ്പോകും. അപ്പോൾ എല്ലാ വാല്യൂസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജോമെട്രിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ജോമെട്രിക് മീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഓൾ ഐറ്റംസ് എന്നുള്ളതാണ് അല്ലേ. ദ ജോമെട്രിക് മീൻ ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ദി വാല്യൂസ് ഇൻ ദി ഡാറ്റ സെറ്റ്. ഡാറ്റ സെറ്റിലെ എല്ലാ വാല്യൂസിനും ഡിപ്പെൻഡ് ചെയ്താണ് ജോമെട്രിക് മീൻ ഇരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നാലാമത്തെ നോക്കുക, ദ ജോമെട്രിക് മീൻ ഈസ് നെവർ ലാർജർ ദാൻ ദി അരിത്തമാറ്റിക് മീൻ. സംടൈംസ് ഇറ്റ് മേ ബി ഈക്വൽ ടു ദി അരിത്തമാറ്റിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെവർ ലാർജർ ദാൻ ദി അരിത്തമാറ്റിക് മീൻ. അതായത് നമ്മൾ ഒരേ സീരീസിൻ്റെ തന്നെ അതിൻ്റെ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുക, ജോമെട്രിക് മീനും കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ജോമെട്രിക് മീൻ ആയിരിക്കും ചെറുതെന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ജോമെട്രിക് മീൻ ഈസ് നെവർ ലാർജർ ദാൻ ദി അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീനേക്കാളും കുറഞ്ഞായിരിക്കും എപ്പോഴും ജോമെട്രിക് മീൻ ഉണ്ടായിരിക്കുക അല്ലേ. അല്ലെങ്കിൽ അത് ഈക്വൽ ആകാം. സംടൈംസ് ഇറ്റ് മേ ബി ഈക്വൽ ടു ദി അരിത്തമാറ്റിക് മീൻ. നമുക്ക് ഒരു ഡാറ്റ സീരീസിലെ വാല്യൂസ് എല്ലാം തുല്യമാണെങ്കിൽ, ഇപ്പോൾ 5, 5, 5 ആ 3 സംഖ്യകളുടെയാണ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതേ വാല്യൂ തന്നെ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലേ. അതായത് അരിത്തമാറ്റിക് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്തമാറ്റിക് മീനും ജോമെട്രിക് മീനും ഈക്വൽ ആവുന്ന സന്ദർഭം എപ്പോഴാണ്? ഓൺലി വെൻ ഓൾ ദി വാല്യൂസ് ആർ ഈക്വൽ. നമുക്ക് ആ ഒരു സീരീസിലെ എല്ലാ വാല്യൂസും ഒരേ എമൗണ്ട് തന്നെയാണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. ഇനി വ്യത്യസ്ത എമൗണ്ട് ആണെങ്കിൽ ജോമെട്രിക് മീൻ ആയിരിക്കും അരിത്തമാറ്റിക് മീനേക്കാളും കുറവ് അല്ലേ, കുറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ജോമെട്രിക് മീൻ ഈസ് നെവർ ലാർജർ ദാൻ അരിത്തമാറ്റിക് മീൻ. ഒരിക്കലും അരിത്തമാറ്റിക് മീനേക്കാളും കൂടുതൽ വലിയൊരു സംഖ്യ ജോമെട്രിക് മീൻ നമുക്ക് കിട്ടില്ല. ഇനി ഇത് തമ്മിൽ തുല്യമാകാനുള്ള സാധ്യതയുണ്ട്. ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു അരിത്തമാറ്റിക് മീൻ, അതിനുള്ള സാധ്യതയും ഉണ്ട്. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് നമുക്ക് എപ്പോഴാണ് ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇഫ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഈസ് ഓഡ്. നമുക്ക് ഈ തന്നിരിക്കുന്ന സീരീസിൽ ഐറ്റംസ് അത് നെഗറ്റീവ് വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഓഡ് നെഗറ്റീവ് വാല്യൂസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു സീരീസ് കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സംഖ്യ നമുക്ക് പോസിറ്റീവ് തന്നു, രണ്ടാമത്തെ സംഖ്യ നെഗറ്റീവ് തന്നു അല്ലേ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. നെഗറ്റീവ് വാല്യൂവിൻ്റെ റൂട്ട് ഇൽ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ അത് മാത്തമാറ്റിക്കലി അത് ഇമ്പോസിബിൾ ആണ്. ഒപ്പം തന്നെ നെഗറ്റീവ് വാല്യൂവിൻ്റെ ലോഗും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. 2 നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ -2 -3 ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് +6 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ കുഴപ്പമില്ല, നമുക്ക് പ്രോഡക്റ്റ് പോസിറ്റീവ് വാല്യൂ കിട്ടും, അത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ ഓഡ് നെഗറ്റീവ് വാല്യൂസ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു 4 സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ 3 എണ്ണം അത് പോസിറ്റീവ് സംഖ്യയും ഒരെണ്ണം എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യ ആയി കഴിഞ്ഞാൽ, അപ്പോൾ സീരീസിലുള്ള നെഗറ്റീവ് സംഖ്യകളുടെ എണ്ണം 1, 3, 5 അതുപോലുള്ള ഓഡ് നമ്പറുകളാണെങ്കിൽ നമുക്ക് ഇതൊക്കെ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ആ സീരീസിലെ മറ്റ് സംഖ്യകളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ഒരിക്കലും നമുക്ക് ഒരു മാത്തമാറ്റിക്കലി അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ അതിൻ്റെ ലോഗ് കണ്ടുപിടിക്കുകയോ ഒപ്പം തന്നെ റൂട്ട് കണ്ടുപിടിക്കുകയോ ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ, അത് ഓഡ് നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ ആ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ സാധ്യമല്ല അല്ലേ. ജോമെട്രിക് കനോട്ട് ബി കാൽക്കുലേറ്റഡ് വെൻ ദി നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഓഡ് ബിക്കോസ് ദ പ്രൊഡക്റ്റ് ബിക്കംസ് നെഗറ്റീവ് അല്ലേ. അതായത് നമുക്ക് ആ സമയത്ത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ലോഗ് കണ്ടുപിടിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ജോമെട്രിക് മീൻ നമുക്ക് കാൽക്കുലേഷൻ സാധിക്കില്ല. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ പോയിന്റ്, ദ പ്രൊഡക്ട്സ് ഓഫ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് റിമെയിൻ ദ സെയിം ഈവൻ വെൻ ഈച്ച് നമ്പർ ഓഫ് ദി സീരീസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് ജോമെട്രിക് മീൻ. അപ്പോൾ അത് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു സീരീസിലെ നമ്പേഴ്സിനെ അതിൻ്റെ ജോമെട്രിക് മീൻ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അതിൻ്റെ പ്രോഡക്റ്റുകളുടെ ഉത്തരം സെയിം തന്നെയായിരിക്കും അല്ലേ. അത് ഈ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ, റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് ഒന്നുകിൽ എഴുതാം അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ജോമെട്രിക് മീൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ നോക്കാനുണ്ട്. ആദ്യം തന്നെ മെറിറ്റ്സിൽ ഒന്നാമത്തത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ് ഓഫ് ദി ഡാറ്റ.
നമുക്ക് ഒരു തന്നിരിക്കുന്ന ഡാറ്റയിലെ എല്ലാ ഐറ്റംസും വെച്ചുകൊണ്ടാണ് നമ്മൾ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് 2, 4, 6 ഇങ്ങനെ 3 സംഖ്യകളുടെ ജോമെട്രിക് മീനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ 3ൻ്റെ ലോഗ് വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. 2ൻ്റെ ലോഗ് 4, പിന്നെ 4ൻ്റെ ലോഗ്, 6ൻ്റെ ലോഗ്, അതിനുശേഷം നമുക്ക് സിഗ്മ ലോഗ് എക്സ് എടുത്ത് അതിനെ എന്നോട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ലോഗ് കണ്ടുപിടിച്ചാണ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക അല്ലേ. അതായത് ഒരു സീരീസിലെ എല്ലാ ഐറ്റത്തെയും നമ്മൾ എടുക്കേണ്ടതുണ്ടെന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ എല്ലാ ഐറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ആയിരിക്കും അല്ലെങ്കിൽ റിസൾട്ട് ആയിരിക്കും നമുക്ക് ജോമെട്രിക് മീനായിട്ട് കിട്ടുക അല്ലേ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഐറ്റംസ് ഓഫ് ദി ഡാറ്റ. ദെൻ ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. ജോമെട്രിക് മീൻ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി നമുക്ക് ഫോർമുലകളുണ്ട്. ഡയറക്റ്റ് റൂട്ട് ഫോർമുല നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോഗ് ഫോർമുല ഉപയോഗിക്കാം. ഏത് ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ശരി തന്നെയായിരിക്കും. അപ്പോൾ അത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ് അല്ലേ. കൃത്യമായിട്ടൊരു ഡെഫിനീഷനുണ്ട്, കാൽക്കുലേഷനുള്ള കൃത്യമായിട്ടുള്ള ഫോർമുലകളുണ്ട്. ദെൻ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു ജോമെട്രിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് നടത്താം. കമ്പൈൻഡ് ജോമെട്രിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത് കേപ്പബിൾ ഓഫ് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്, കൂടുതൽ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി ജോമെട്രിക് മീൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജസ് ആൻഡ് ഇൻ ഡിറ്റർമിനിങ് റേറ്റ്സ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. നമ്മുടെ ജോമെട്രിക് മീനിൻ്റെ കാൽക്കുലേഷൻ പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് അതുപോലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ തന്നെ റേഷ്യോകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജോമെട്രിക് മീനാണ്. അരിത്മാറ്റിക് മീനെക്കാളുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേഷൻ, കൂടുതൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് ജോമെട്രിക് മീൻ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയാണ്. ഡിപ്രീസിയേഷൻ്റെ കേസിൽ പോപ്പുലേഷൻ്റെ വളർച്ച, ഇക്കോണമിയുടെ വളർച്ച, അപ്പോൾ അതൊക്കെ പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചുള്ള പ്രോബ്ലം നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള റേഷ്യോസും പെർസെൻറ്റേജൊക്കെ വരുമ്പോൾ ജോമെട്രിക് മീൻ അല്പം കൂടി ബെനിഫിഷ്യലാണ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആണ്. കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേഷൻ സാധ്യമാണ്. പിന്നെ 5ാമത്തെ പോയിന്റ് നോക്കുക. ഇറ്റ് ഈസ് റിലേറ്റീവ് മെഷർ ആൻഡ് ഗീവ്സ് ലെസ് ഇമ്പോർട്ടൻസ് ടു ലാർജ് ഐറ്റംസ് ആൻഡ് മോർ ടു സ്മോൾ വൺസ് അൺലൈക്ക് ദ അരിത്മാറ്റിക് മീൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് അരിത്മാറ്റിക് മീൻ പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ജോമെട്രിക് മീനിലേക്ക് വരുമ്പോൾ ഇത് ലാർജ് ഐറ്റംസിന് ഒരു സീരീസിൽ ഒരു സംഖ്യ മാത്രം വലുതും ബാക്കിയെല്ലാം ചെറുതുമാണെങ്കിൽ ഈ ലാർജ് ഐറ്റത്തിന് ചെറിയ ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്മോൾ വൺസിനായിരിക്കും, ചെറിയ ഐറ്റത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ലെസ് ഇമ്പോർട്ടൻസ് ടു ലാർജ് ഐറ്റംസ് ആൻഡ് മോർ ടു സ്മോൾ വൺസ് അല്ലേ. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോക്കുക. ഇവിടെ നമുക്ക് 1000, 1,00,000 ഈ രണ്ട് സംഖ്യകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1,00,000 എന്ന് പറഞ്ഞാൽ ലാർജർ സംഖ്യയാണ്, 1000 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അരിത്മാറ്റിക് മീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 50,500 എന്ന് കിട്ടും അല്ലേ. കാരണം ഈ ഒരു വലിയ സംഖ്യ അതിനെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50,500 എന്നുള്ള, അത് 1000-ൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ ഒരു സംഖ്യയാണ്, 50,500 സംഖ്യയാണ് കിട്ടുന്നത് അല്ലേ. കാരണം ഈ ഒരു 1,00,000 എന്ന് പറയുന്ന സംഖ്യയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ജോമെട്രിക് മീൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 10,000 എന്ന് കിട്ടും. അതായത് വലിയ സംഖ്യ അത്ര കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല. ഈ 1000-ൻ്റെയും 1,00,000-ൻ്റെയൊക്കെ നമുക്ക് ലോഗ് കണ്ടെത്തിയോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് റൂട്ട് കണ്ടെത്തിയോ നമുക്ക് കിട്ടുമ്പോൾ ജോമെട്രിക് മീൻ കണ്ടെത്തുമ്പോൾ 10,000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അത് ഇച്ചിരി മോർ റിയലിസ്റ്റിക് ആണല്ലേ. അതാ പറഞ്ഞിരിക്കുന്നത് വലിയൊരു സംഖ്യയുടെ ഒരു സാന്നിധ്യം അത് കൂടുതലായിട്ട് ജോമെട്രിക് മീനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കൂടുതലും ചെറിയ സംഖ്യകൾ അത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് വെരി മച്ച് ബൈ എക്സ്ട്രീം വാല്യൂസ്. അത് തന്നെയാണ് ഏകദേശം എക്സ്ട്രീം വാല്യൂസ്, വലിയൊരു സംഖ്യയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ മാത്രം, അങ്ങനെ അല്ലെങ്കിൽ കുറേ ചെറിയ സംഖ്യകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രീം വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അരിത്മാറ്റിക് മീനിലൊക്കെ എക്സ്ട്രീം വാല്യൂസ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് പറയാം. ഇപ്പോൾ നമുക്ക് നോക്കുക 3, 5, 100. ഇപ്പോൾ 3, 5 ചെറിയ സംഖ്യകളാണ്. 100 എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂ ആണല്ലേ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വലിയൊരു സംഖ്യ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അരിത്മാറ്റിക് മീൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എത്ര കിട്ടും? 36 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 100 എന്ന് പറയുന്നത് അതിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടാണ് 3, 5 രണ്ടും വളരെ ചെറിയ സംഖ്യകളായിട്ടും നമുക്ക് 36 എന്നുള്ള ആ ഒരു ആവറേജ് സംഖ്യ കിട്ടാനുള്ള കാര്യം എന്തായിരുന്നു? 100 എന്നുള്ള അതിൻ്റെ സാന്നിധ്യമാണ് അല്ലേ. അപ്പോൾ ജോമെട്രിക് മീനിലേക്ക് വരുമ്പോൾ നമുക്ക് 13.17 എന്നാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ 3, 5 പിന്നെ 100 ആണെങ്കിലും അതിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ 13.17 എന്നുള്ളതാണ്. അതായത് ലെസ് അഫക്റ്റഡ് ആണ്. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ അത് കൂടുതലായിട്ടൊന്നും അതിൻ്റെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ലെസ് അഫക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അതായത് അരിത്മാറ്റിക് മീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജോമെട്രിക് മീൻ അത്തരം കാര്യങ്ങളൊക്കെ എക്സ്ട്രീം വാല്യൂവിൻ്റെ ആ ഒരു എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ജോമെട്രിക് മീനിൻ്റെ കേസിൽ എന്താണ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. നമുക്ക് അതിൻ്റെ ഡീമെറിറ്റ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് വൈഡ്ലി യൂസ്ഡ്. നമുക്ക് ജോമെട്രിക് മീൻ കാൽക്കുലേഷൻ അല്പം ബുദ്ധിമുട്ടാണ്, ലോഗ് കണ്ടുപിടിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അരിത്മാറ്റിക് മീൻ ഉപയോഗിക്കുന്നവരത്രയും കൂടുതൽ അത് ഉപയോഗിക്കുന്നില്ല, ഒരു ലിമിറ്റേഷന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ദെൻ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ദെൻ ഇഫ് എനി ഒബ്സർവേഷൻ ഈസ് 0 ദെൻ ജോമെട്രിക് മീൻ ബിക്കം 0. നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ
അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് 0 ആയി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജോമെട്രിക് മീൻ എന്ത് സംഭവിക്കും, 0 ആയിട്ട് കണക്കൂട്ടേണ്ടി വരും അല്ലേ. അപ്പോൾ 0 ആയി പോകും. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ നെഗറ്റീവ് വാല്യൂസ്. നെഗറ്റീവ് വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓഡ് നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ജോമെട്രിക് മീൻ അവിടെ ഇൽ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ജോമെട്രിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ നെഗറ്റീവ് വാല്യൂസിൻ്റെ ഫേസിൽ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അത് കണ്ടെത്താൻ പോസിബിൾ അല്ല എന്നുള്ളതാണ് ജോമെട്രിക് മീൻ. ദെൻ ഇറ്റ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ ഇൻസ്പെക്ഷൻ. നമുക്ക് ജസ്റ്റ് നേരെ നോക്കിക്കൊണ്ട് ഒരു സീരീസ് നമ്പേഴ്സ് നമ്മൾ നോക്കിക്കൊണ്ട് അതിൽ ഏതാണ് ജോമെട്രിക് മീൻ എന്നുള്ളത്, അല്ലെങ്കിൽ ജോമെട്രിക് മീൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. മിയർ ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. നമുക്ക് അതിൻ്റെ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് മേ നോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ആക്ച്വൽ ഡാറ്റ. ആക്ച്വൽ ഡാറ്റയിൽ ജോമെട്രിക് മീൻ, അതായത് ഒരു 3 സംഖ്യകളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 2, 4, 6 3 സംഖ്യകളുണ്ടെങ്കിൽ അതിൻ്റെ കിട്ടുന്ന ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യയിൽ പെടുന്ന ഏതെങ്കിലും ഒന്നായിരിക്കണം നിർബന്ധമില്ല അല്ലേ. അത് ഇറ്റ് മേ നോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ആക്ച്വൽ ഡാറ്റ. ആക്ച്വൽ ഡാറ്റയിലുള്ള ഒരു സംഖ്യ തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് ജോമെട്രിക് മീനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജോമെട്രിക് മീനിൻ്റെ അതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പം മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. സാധാരണ ക്ലാസ്സുകളിൽ ഇത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയുള്ളൂ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചോട്ടെ എന്നോർത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാർമോണിക് മീൻ അത് എന്താണ്, അതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.